ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് തമാശ രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനകത്ത് കുറച്ച് അച്ഛന്മാരുടെയും അല്ല സഭയുടെയും കാര്യങ്ങളൊക്കെ വേദനാജനകമായ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു സമയം. അവിടെ ഞാനിങ്ങനെ പറഞ്ഞു, ആൾക്കാരോട് പറഞ്ഞു, അപ്പം അച്ഛന്മാരെക്കുറിച്ച് രണ്ട് കാര്യം പറയാൻ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഉറങ്ങുന്നവർക്കൊക്കെ ഒരു ഉണർവായി, ഒരു ശക്തിയായി. ഞാനത് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെ ആ ഹോളിൽ ഇങ്ങനെ എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ പറയുകയാണ്, അച്ഛന്മാരെക്കുറിച്ച് എന്തും പറയാം, അല്ലെങ്കിൽ സമർപ്പിതരെക്കുറിച്ച് എന്തും പറയാം. കാരണം അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ല. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം സഭയെയും വൈദികരെയും സ്നേഹിക്കുന്ന അനേകം അൽമായർ ഉണ്ട്. അത് ഈ വാക്ക് കേട്ടുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അറിയാം. ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ സഭാ നേതൃത്വത്തെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒത്തിരി ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് അതല്ല. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛന്മാരെയും സഭാ നേതൃത്വത്തെയും സമർപ്പിതരെയും എന്തും പറയാം. കാരണം അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. അവരെക്കുറിച്ച് പറയുമ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല. കാരണം അവരവരുടെ ഭവനമൊക്കെ വിട്ട് അവർ ദൂരദേശത്തൊക്കെ പോയി, അല്ലെങ്കിൽ അവരുടെ ഭവനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മാറിയോ അല്ലെങ്കിൽ ഒരു ജില്ല മാറിയോ ഒക്കെ ഇത്ര വിദൂരത്ത് നിന്ന് സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു രക്തബന്ധമൊന്നും ആരുമില്ല ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട്. ഈ മകൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം നൽകി. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തുകൊണ്ട് ഇന്ന് സഭയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ല? എന്തുകൊണ്ട് ആളില്ല? ആദിമ കത്തോലിക്ക സഭ ഇതുപോലെ ആയിരുന്നില്ലല്ലോ. അവരൊറ്റ സമൂഹമായിരുന്നു. ചോദിക്കാനും പറയാൻ ആളുണ്ടായിരുന്നു. അവിടെ ആ സ്നേഹബന്ധം നിലനിന്നു. ആ അന്തരംഗമൊന്നും അവിടെ ഇല്ലായിരുന്നു. അകൽച്ചയൊന്നും അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയായിരുന്നു. ഒരു മനസ്സായിരുന്നു, ഒരു ഹൃദയമായിരുന്നു. അതുകൊണ്ട് ഇതിനങ്ങോട്ട് പെട്ടെന്ന് തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതാരും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് സഭയുടെ ഉള്ളിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വിശ്വാസം ഉപേക്ഷിച്ച് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഇനി അവരാണ് ഈ കല്ലെടുത്ത് എറിയുന്നത് മുഴുവൻ. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കല്ലെടുക്കാൻ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ വിമർശിക്കാൻ കാരണങ്ങളുണ്ട്. കാരണം ആ കൂട്ടായ്മയും ആ സ്നേഹബന്ധവും ഇന്ന് സഭയിൽ നിന്ന് ഇല്ലാതായി പോയിരിക്കുകയാണ്. ഒരു പരിധിവരെ അത് തീർത്തും ഇല്ലാതായി പോയെന്നല്ല, എന്നാൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് തന്നെ അറിയാം കുറച്ച് കുറവുകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, ചില ഇടവകളിൽ നല്ല നേതൃത്വത്തോടു കൂടി സഭാ മക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന നല്ല വിശുദ്ധരായ വൈദികർ, സമർപ്പിതർ ഉണ്ട്. ഇങ്ങനെയുള്ള വൈദികരെയോ ഇങ്ങനെയുള്ള സമർപ്പിതരെയോ നമ്മുടെ കണ്ണുകൾ കാണാറില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളാകുന്ന ഈ സഭാ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്നേഹരാഹിത്യം സഭയിൽ വന്നുവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വിള്ളൽ മാറ്റുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം, സ്നേഹബന്ധങ്ങൾ സഭയിൽ രൂപപ്പെടണം. സാധാരണ ജീവിതങ്ങളിലേക്ക് പൗരോഹിത്യം ഇറങ്ങിച്ചെല്ലണം. സാധാരണ ജീവിതങ്ങളിലേക്ക് സമർപ്പിത ജീവിതങ്ങൾ ഇറങ്ങിച്ചെല്ലണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാധാരണ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ട് എന്നുള്ളതല്ല ഇവിടെ സമർത്ഥിക്കുന്നത്. അതിൻ്റെ അളവ് കൂട്ടണം. അതൊരു 50% അല്ലെങ്കിൽ 30%, ഒരു 40% ഇപ്പോൾ ഉള്ളതെങ്കിൽ ആ അളവ് കൂട്ടി ഒരു 90% എത്തിക്കണം. അത് പ്രസംഗങ്ങളിലൂടെ മാത്രമായി പോരാ. പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോൾ ജനം ആഗ്രഹിക്കുന്നത്
നല്ല ഫലങ്ങളുള്ള ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെയാണ്. ചോദിക്കാനും പറയാനും ഒരാളുണ്ടാകുക എന്നുള്ള അവസ്ഥ എന്താണ് ഈ വാക്കിലുള്ള ബന്ധം? ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അപമാനിക്കുന്നതാരോ അവരെ ചോദ്യം ചെയ്യുവാനായിട്ട് ആൾക്കാരുണ്ടാവും ആ കുടുംബത്തിൽ നിന്ന് തന്നെ. അല്ലെങ്കിൽ ഒരു തിന്മ വന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ കുടുംബത്തിലുള്ളവർ തന്നെ ഉണ്ടാവും. അയൽവക്കംകാർ വരത്തില്ല, വേറെ ആരും വരത്തില്ല. അത് കുടുംബത്തിലുള്ളവർ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ പൈശാചിക ശക്തികളെ എതിർക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ചോദിക്കാനും പറയാനും ആളുണ്ടാകുക എന്ന് പറയുന്നത് അതൊരു കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വലിയ ഒരർത്ഥം നിറഞ്ഞ ഒരു വാക്കാണ്. ചോദിക്കാനും പറയാനും ആളുണ്ടാകുക എന്ന് പറയുന്നത് ആ പറച്ചിലിന് ആഴമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ആ പറച്ചിൽ തന്നെ ഒരു ആഴമായിട്ടുള്ള ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ട് പറ്റുള്ളൂ, ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയെ ഒരു തിന്മയ്ക്കും കീഴ്പ്പെടുത്തുവാനായിട്ട് പറ്റില്ല. അത് കാരണം ഇന്ന് ഞാനാകുന്ന സഭയിൽ എനിക്ക് എന്നോട് പറയുവാനുള്ളതും നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ളതും മറ്റൊന്നുമല്ല. 2018 മുറിവുകൾ ഉണങ്ങണമെങ്കിൽ ഇന്ന് വെറും വചനപ്രഘോഷണങ്ങൾ കൊണ്ട് മാത്രം ആ മുറിവ് ഉണക്കാനായിട്ട് പറ്റില്ല. ഇനി അങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 2 മുറിവുകളെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു മേഖലയുടെയും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇല്ലെങ്കിൽ ആ മുറിവുകൾ പിന്നെ വ്രണങ്ങളായിട്ട് മാറും. ആ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ ആദ്യം ആർജിച്ചെടുക്കണം. കൈക്കരുതല്ല, പണമല്ല, പ്രതാപമല്ല, പവറല്ല. യേശുവിൻ്റെ സ്വഭാവം. യേശുവിൻ്റെ വാക്കുകൾക്ക് സ്നേഹമുണ്ടായിരുന്നു, യേശുവിന് കരുണയുണ്ടായിരുന്നു, യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുറിവുകളെ ഉണക്കുവാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിന് പലപ്പോഴും സന്തോഷം കൊടുക്കുവാനായിട്ട് പറ്റി, പലപ്പോഴും സമാധാനം കൊടുക്കുവാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ പിറകെ അനേകം ആൾക്കാരുണ്ടായിരുന്നു, അനേകം നല്ല മനസ്സുകളുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഇടയന്മാർ കർത്താവിനെ പോലെ ആയിരിക്കണം, ഈശോയെ പോലെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഇടയൻ്റെ കൂടെ കുഞ്ഞാടുകൾ ഉണ്ടായിരിക്കും. ആ ഇടയനെ താങ്ങുവാനും ആ ഇടയനെ സംരക്ഷിക്കുവാനും ആ ഇടയന് വേണ്ടി ചോദിക്കുവാനും പറയുവാനും മക്കളുണ്ടാവും. നേതൃത്വത്തിന് ദൈവമക്കളുടെ സ്നേഹവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും ലഭിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ ഇടയന്മാർ നമ്മുടെ കുഞ്ഞാടുകളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ അളവ് കൂട്ടണം, അളവ് കൂട്ടിയേ പറ്റൂ. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അളവിൽ നിന്ന് ഒരു പടി നമ്മൾ മുകളിലോട്ട് വരണം. ഞാനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇടയന്മാർ നമ്മുടെ കുഞ്ഞാടുകളെ സ്നേഹിക്കുന്നില്ല, ആ ജനഹൃദയങ്ങളിലേക്ക് അവരെത്തുന്നില്ല എന്നല്ല. നമ്മൾ ഇതിൻ്റെ അളവ് കൂട്ടണം. എല്ലാവരും ആ തലങ്ങളിലേക്ക് കടന്നു വരണം. എല്ലാ ആടുകളെയും ഒരുപോലെ സ്നേഹിക്കുന്നവരായിരിക്കണം, എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന, അവർക്ക് വേണ്ടി ജീവൻ പോലും ബലികഴിക്കുവാൻ സന്നദ്ധരാകുന്ന ഇടയന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരേ കുടുംബത്തിലെ ഐക്യമുള്ള, സ്നേഹമുള്ള, ഒരു മനസ്സുള്ള, ഒരു ഹൃദയമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ മാറും. ദൈവജനം ഇന്നൊരു പുരോഹിതനെ കാണുന്നത് ഈശോയെ പോലെയാണ്. ഒരു പുരോഹിതനെ കണ്ടു കഴിയുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഈശോയുടെ സ്വഭാവമാണ്, ഈ ഈശോയുടെ സ്നേഹമാണ്. ഈശോ ചെയ്തതുപോലെ, കർത്താവ് ജീവിച്ചതുപോലെ ആ ജീവിത ശൈലി ഇന്ന് ദൈവജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ചിലരിൽ ഈശോയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും ലഭിക്കേണ്ട ഒരു വലിയ നന്മയാണ് ജീവിതം കൊണ്ട്
നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ കൊടുത്ത മുറിവുകൾ നമുക്ക് ഉണക്കുവാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കുറച്ച് ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളല്ല. ഈ ബെനഡിക്റ്റിൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി സാധാരണ ജനങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. സഭയെ സ്നേഹിക്കുന്ന മക്കൾ, അക്രൈസ്തവരായിട്ടുള്ളവരും ക്രൈസ്തവരായിട്ടുള്ള മക്കളും, സഭയെ സ്നേഹിക്കുന്ന മക്കൾ, അവരുടെ വേദന നിറഞ്ഞ ഒരുപക്ഷെ അവരുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ വേദന നിറഞ്ഞ ആവശ്യങ്ങളാണ്, അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന ചില മേഖലകളെ അവർ തുറന്നു പറഞ്ഞതാണ്. ഇന്നും സഭയ്ക്ക് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും തയ്യാറാകുന്ന വൈദികരും സമർപ്പിതരും നമുക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് പേരിൽ മാത്രം നിലനിന്നാൽ പോരാ, എല്ലാവരിലും എത്തണം. അപ്പോഴാണ് നമ്മുടെ പരിശുദ്ധ സഭയ്ക്കും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനും അഭിഷേകത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ.